വയനാട് വെള്ളമുണ്ടയിലെ കൊലപാതകത്തിൽ ഭർത്താവും ഭാര്യയും അറസ്റ്റിലായി. ഉത്തർപ്രദേശ് സഹറാൻപൂർ സ്വദേശികളായ മുഹമ്മദ് ആരിഫ്, ഭാര്യ സൈനബ എന്നിവരാണ് അറസ്റ്റിലായത്. സഹറാൻപൂർ സ്വദേശിയായ മുഖീം അഹമ്മദിനെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തിൽ തോർത്ത് മുറുക്കിയാണ് കൊന്നതെന്ന് പോലീസിന്റെ നിഗമനം. വിവരങ്ങളുമായി വയനാട് നിന്നും ആഷിഖുണ്ട്. ആഷിഖ്, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? പോലീസ് എന്താണ് നൽകുന്നത്? ഗൗതം, ഈ ഭാര്യയും ഭർത്താവും കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തിയ കൊലപാതകം എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വയനാട് വെള്ളമുണ്ട വെള്ളാടിയിൽ ഇന്നലെ രാത്രിയായിരുന്നു കൊലപാതകം നടന്നത്. ഈ മുഖീബിനെ കൊലപ്പെടുത്തുകയും ശേഷം 2 കഷ്ണങ്ങളാക്കി വെള്ളലാടിയിലെ ഒരു പാലത്തിന് സമീപം കളയുകയും ഒന്ന് റോഡരികിൽ കറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ 2 പ്രതികളെ ഉത്തർപ്രദേശിലെ സഹറാൻപൂർ സ്വദേശികളായ മുഹമ്മദ് ആരിഫിനെയും ഭാര്യ സൈനബിനെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഈ മുഹമ്മദ് ആരിഫ് ഇന്നലെ രാത്രിയായിരുന്നു ഈ മൃതദേഹം കളഞ്ഞത്. ശേഷം അവിടെ നിന്ന് ഓട്ടോ തൊഴിലാളികൾ കണ്ട പോലീസിനെ അറിയിക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ ഈ മുഹമ്മദ് ആരിഫാണ് പ്രതി എന്നുള്ള സംശയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഭാര്യയും ഇത്തരത്തിൽ പ്രതിയാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ ഭാര്യയുമായി ഈ മുഖീബിന് ബന്ധമുണ്ടെന്നൊരു നിഗമനം പോലീസിനുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നുണ്ട്. എന്തായാലും 2 പേരെ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി മുഖീബ് ഈ ഭാര്യ, അതായത് ഈ മുഹമ്മദ് ആരിഫിന്റെ ഭാര്യയെ കാണാൻ വീട്ടിലേക്ക് എത്തിയതായി നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ മുഹമ്മദ് ആരിഫും അതിന് പിന്നാലെ വന്നതായും ചില വാക്കുതർക്കം ഉണ്ടായതായും എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം എത്തിയ ശേഷം കഴുത്തിന് ഞെരിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം പുതുതായി വാങ്ങി കത്തി ഉപയോഗിച്ച് മൃതദേഹം 2 മുറിച്ചുകൊണ്ട് 2 ബാഗുകളിലാക്കി നിക്ഷേപിക്കുകയായിരുന്നു. എന്തായാലും വലിയ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ഇന്നലെ നടത്തിയത്. അതിൽ 2 പ്രതികളെയും ഭാര്യയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൂവരും ഉത്തർപ്രദേശ് സ്വദേശികളാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉത്തർപ്രദേശ് സഹറാൻപൂർ സ്വദേശികളാണ് 3 പേരും. മുഹമ്മദ് ആരിഫും ഭാര്യ സൈനും. ആഷിഖാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.